Hi guys, good morning. Welcome to our new vlog. Back to our favorite place in കൊച്ചി എയർപോർട്ടിലാണ്. വെരി ഹാപ്പി. നമ്മളങ്ങനെ വർഷങ്ങളായി ഡ്രീം ചെയ്ത് മാസങ്ങളായി ട്രൈ ചെയ്ത് ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിട്ടും അത് നടക്കുവാണ്. ട്രാവൽ വിത്ത് OHF, ഒരു പ്രോപ്പർ ട്രാവൽ വിത്ത് OHF. കഴിഞ്ഞ തവണ ഞാൻ പോയായിരുന്നു 4 സബ്സ്ക്രൈബേഴ്സായിട്ട്. അതൊരു ഫുൾ ഫ്ലെഷ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഇത്തവണ വി ആർ ഗോയിങ് ടു ചൈന. അപ്പോൾ പ്ലാൻ ഞാനും പ്രിയ ആദ്യമേ പോവും. ഞങ്ങൾക്ക് അവിടെ നമ്മുടെ കുറച്ച് പർച്ചേസസ് ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്തും. ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും പ്രിൻസ് കൂടെ വരും. അത് കഴിഞ്ഞിട്ട് ഫുൾ ടൈം അവർക്ക് വേണ്ടി അവരുടെ കൂടെ ആയിരിക്കും. സോ വെരി എക്സൈറ്റഡ്. പക്ഷേ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി അതൊന്നുമല്ല. ഫസ്റ്റ്ലി എയർപോർട്ടൊക്കെ ഇനിയിപ്പം ഭയങ്കര കാലിയായി തുടങ്ങും. ഫ്ലൈറ്റ് ഫെയർസ്, ക്യാൻസലേഷൻസ് എല്ലാം കൂടി വരുവാണല്ലോ. പിന്നെ രണ്ടാമത് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം ഫ്രീ ആയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വ്ളോഗിൻ്റെ അവസാനം പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കേട്ടോ, ഇത് മാത്രമല്ല, ഫ്ലൈറ്റ്, ഹോട്ടൽ എല്ലാം. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വെരി എക്സൈറ്റഡ്. എൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ചൈനക്കാരിനെ പോലെ ഇരിക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഹായ്, വെൽക്കം ടു ട്രാവൽ വിത്ത് OHF. കുറച്ചിപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ചൈനക്കാർ മാത്രമേ പിന്നെ മുഖത്ത് എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇപ്പൊ എനിക്ക് മറ്റേ അൺലിമിറ്റഡ് ചൈന എൻട്രി ആണല്ലോ. എനിക്ക് എപ്പോഴാണെങ്കിലും പോവാം, ടിക്കറ്റ് എടുത്ത് പോവാം. ചൈനയിൽ പോയിട്ട് ഭാര്യന്ന് വിചാരിച്ച് വേറെ ആരെയും പോയി കണ്ട. ഞാൻ ഒരു ഡയലോഗ് പറയാൻ വന്നതാ, പക്ഷെ വേണ്ട, അത് പിന്നെ പറയാം. അതെ, ഒരു കാര്യം പറയട്ടെ, ഞാനായിരിക്കും ഇതിൽക്കോട്ട് ഗൈഡ്. അപ്പൊ എന്റെ പുറകെ വന്നാ മതി. ഇത് ട്രാവൽ, യു ആർ എ പാർട്ട് ഓഫ് ട്രാവൽ വിത്ത് OHF. I am not your wife. എല്ലാരും ഒരേപോലെ ഇത്തവണ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കയ്യിൽ ടിക്കറ്റും പാസ്പോർട്ട് തന്നപ്പോ ബിസിനസ് ക്ലാസ് അല്ല, ബിസിനസ് ക്ലാസ് അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ? ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു ക്ലൂ കിട്ടി. ഇതിലും എനിക്ക് പാസ്പോർട്ടും ടിക്കറ്റും കൈ തന്നില്ലെങ്കിൽ ബിസിനസ് ക്ലാസ് ആണ്. മനസ്സിലാക്കിക്കൊള്ളാം, ബിസിനസ് ക്ലാസ്. പറഞ്ഞാൽ ചിക്കൻ കഴിക്കാനാണ് മൈൻഡ്. പിന്നെ ക്ലബ് സുലൈമാനി തുടങ്ങി. പക്ഷെ ഫ്രീ ഫുഡ് കളയാൻ ദില്ലുവിനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ഇന്ന് സമാധാനം ഉണ്ട്. നമ്മൾ പോകുന്നിടത്ത് മറ്റേ ലൂസിൻ കോഫി, ബട്ടർ കോഫി എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണം. എന്ത്? സോ ഫുഡ് ചിക്കൻ പുലാവ്, ഒരു മീറ്റി ചിക്കൻ ആൻഡ് കുറച്ച് പൊട്ടേറ്റോ ആൻഡ് കോൺ. ആക്ച്വലി കണ്ടപ്പോൾ കുറച്ച് ഡിപ്രഷനായി, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ കഴിക്കുമ്പോഴോ ടേസ്റ്റ്, അതാ പറഞ്ഞത്, നല്ല കുറച്ച് ഐറ്റംസ് ഉള്ളെങ്കിലും ടേസ്റ്റൊക്കെ കൊച്ചിൻ എയർപോർട്ടിലെ ഫുഡിന് അത്യാവശ്യം നല്ലതാണ്. അതിലൂടെ നമുക്ക് കോക്കും ഓറഞ്ച് ജ്യൂസൊക്കെ കിട്ടി. ഡിസേർട്ടിന് അടപ്രഥമനുണ്ട്, പാഷൻ ഫ്രൂട്ട് കേക്കും ഉണ്ട്, ചോക്ലേറ്റ് കേക്കും ഉണ്ട്. ഡിസേർട്ട് കിട്ടും. ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടും. ഒരു തവണ മലേഷ്യൻ എയർലൈൻസിന്റെ ബിസിനസ്സിൽ പോകണം. വിളിക്കും. അല്ല, എനിക്ക് ഒരു തവണ മലേഷ്യൻ എയർലൈൻസിൽ ബിസിനസ് ക്ലാസ്സിൽ പോകണം. കാരണം എന്താ അറിയോ, ഈ സാറ്റേ ഇല്ലേ, സ്റ്റിക്കിൽ ഇങ്ങനെ കുത്തിത്തരുന്ന ചിക്കൻ, അത് ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് ആയിട്ട് സെർവ് ചെയ്യുന്നത് മലേഷ്യൻ എയർലൈൻസിലെ ബിസിനസ് ക്ലാസ്. ഭയങ്കര ടേസ്റ്റാ. അതൊരു ഡെഫിനറ്റ്ലി ഗോ. അല്ല, ശരിക്കും മലേഷ്യ ഇക്കോണമി ക്ലാസ് എടുത്ത് പോയി അത് കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്രയും പൈസ ആവില്ല. പക്ഷെ അതൊരു സംഭവം. അത് ഫ്ലൈറ്റിലിരുന്ന് സാറ്റേ കഴിക്കണം. ഒരു ദിവസം ഞാൻ കഴിക്കും, നോക്കിക്കും. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര തിരക്ക് കുറവട്ടാ. എയർപോർട്ട് ഓൾമോസ്റ്റ് എംപ്റ്റിയാണ്. എന്തോരം ക്യാൻസലേഷൻ, ഭയങ്കര വിഷമമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എയർപോർട്ട് കാണുമ്പോൾ. എന്തായാലും മലേഷ്യൻ എയർലൈൻസ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഡിന്നർ കഴിക്കുമോ? ഞാൻ വിളിക്കാം, എഴുന്നേപ്പിക്കാം ഫുഡ് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ മലേഷ്യൻ എയർലൈൻസ് ബിസിനസ് ക്ലാസ്. ഇത് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ബിസിനസ് ക്ലാസ് ആണ്. ഇക്കോണമി ക്ലാസ്സിൽ സീറ്റ്സ് ഒക്കെ ആക്ച്വലി ഭയങ്കര തിന്നാണ്. ഫ്ലൈറ്റ് ഫുള്ളാണ്. ബിക്കോസ് എനിക്കൊന്ന് ഇപ്പോൾ ഈ ഏഷ്യൻ എയർലൈൻസ് ആണ് എല്ലാവരും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ സീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. ആൻഡ് എനിക്ക് കിട്ടിയത് അതിൻ്റെ 6th റോ കണ്ടായിരുന്നു. ഇവിടെ സ്പേസ് ആക്ച്വലി കുറച്ച് കുറവായിരുന്നു. എനിക്കൊന്ന് ലെഗ് സ്പേസിൻ്റെ കാട്ടി കുറവ് ഈ സീറ്റിൻ്റെ വിഡ്ത്തായിരുന്നു. പിന്നെ സ്ക്രീനൊന്നുമില്ല, 2 USB ചാർജേഴ്സ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ വിഡ്ത്തും വളരെ കുറവായിരുന്നു. പിന്നെ എൻ്റെ റിക്ലൈനും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ബാക്കി ആരോ നേരത്തെ ഇറങ്ങി വരാൻ തോന്നുന്നു, പീനട്ടൊക്കെ ബാക്കി വെച്ചിട്ട് ബാക്കിയല്ല, തുറക്കാത്ത പാക്കറ്റ് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് സിനിമ കാണുമ്പോൾ അത് കഴിക്കാം. പിന്നെ നല്ല ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നല്ല സ്മെല്ലും ആയിരുന്നു ഇതിനൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതുപോലെ ഒരു ബ്ലൂ ലൈറ്റാണ്. മൊബൈൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ സ്റ്റാൻഡ് വെച്ച് മൊബൈൽ കാണാം. സോ നമുക്ക് TV സ്ക്രീൻ ഇല്ലെങ്കിലും സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയൊക്കെ കാണാമേ.
ഫുഡ് ഭയങ്കര നാടനായിരുന്നു. ചോറ്, മീൻകറി, അവിയൽ, പിന്നെ സാലഡ്സ്, ഒരു ഡെസേർട്ട്, തൈര്. അടിപൊളിയായിരുന്നു. അങ്ങനെ രാവിലെയായി. എനിക്ക് ഒരു 4.5 hours നമ്മൾ ലാൻഡ് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഇവിടുന്ന് ലഗേജ് എടുത്ത് എറിയുന്ന കാണാവേ. ഭയങ്കര റാഷായിരുന്നു. മലേഷ്യയിലെത്തി ആദ്യമായിട്ടാണ് ഇത്രയും ടൈമില്ലാതെ ട്രാൻസിറ്റ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു 7:30 ആകുമ്പോൾ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങി 8 മണിക്കാണ് ബോർഡിങ് തുടങ്ങുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഗേറ്റ്. സോ വേഗം പോകണം. ആൻഡ് ഫ്ലൈറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ നല്ലതായിരുന്നു. ആൻഡ് only thing കുറച്ച് സ്പേസ് കുറവായിരുന്നു. ബട്ട് ദ ക്ലീനിനെസ്, സ്റ്റാഫ്, എവറിത്തിങ് വാസ് ക്വൈറ്റ് നൈസ്. പക്ഷേ ഇനി പോകുന്ന ഫ്ലൈറ്റ് എനിക്കൊന്ന് കുറച്ചും കൂടെ വലുതാണ്. ആണിത് ഇതിൻ്റെയൊക്കെ അത്യാവശ്യം തോന്നിക്കുന്നത്. വേദവും കൂടെ ഇല്ലാത്തതുകൊണ്ട് പ്രിയയ്ക്ക് ഈ സ്കൂട്ടർ പെട്ടി കിട്ടും ചെയ്യും. ഇതിൻ്റെയൊക്കെ ഇടയിൽ അവിടെ ഡങ്കിൻ ഡോണറ്റ്സ് കണ്ടപ്പോഴേക്കും ക്രൊസോണ്ട് വേണമെന്ന്. രാവിലെ ക്രൊസോണ്ടും കോഫിയും. ലോഞ്ചിൽ കയറാനും ടൈമില്ല, ക്രൊസോണ്ട് കഴിക്കാനും ടൈമില്ല. ലോഞ്ച് തൊട്ടടുത്താണ് ലോഞ്ച്. പക്ഷേ ഭയങ്കര നല്ല എയർപോർട്ടാണ്. അതെന്താണെന്നറിയോ? ഇത് വ്യത്യാസം എന്താ അറിയോ? നമ്മൾ മറ്റേ എയർ ഏഷ്യയുടെ എയർപോർട്ടല്ല ഇത് മെയിൻ എയർപോർട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര നല്ലത്. ഞങ്ങളുടെ സീ ഗേറ്റിൽ ഇനി ട്രെയിൻ കയറി പോകണം കേട്ടോ. ഇപ്പോൾ ലോഞ്ചിൽ കയറിയെങ്കിൽ ട്രെയിനിൽ കയറി പോയി അപ്പുറത്തെ സ്ഥലത്ത് എത്തണം. നന്നായി കയറാത്തത്. ശരിക്കും ടൈറ്റ് ആവും കേട്ടോ. കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. മിസ് ചെയ്താൽ പ്രിയാണ് ഉത്തരവാദി. ഫ്ലൈറ്റ് മിസ്സായ ചിലപ്പോൾ നമുക്ക് സിംഗപ്പൂരിൽ മറ്റേ ഗ്യാസ് ഊറ്റി വെക്കാൻ പറയുമ്പോൾ അതുപോലെ ചിലപ്പോഴേ ഈ ഫ്ലൈറ്റ് മിസ്സായി നമുക്ക് എത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ദിവസം 5-star അക്കോമഡേഷൻ ഫുഡ് തരും. പക്ഷെ അത് അവർ വന്ന് അവിടുന്നേ പറയണം, ഗേറ്റിൻ്റെ അവിടുന്ന്. സിംഗപ്പൂർ അങ്ങനെ പറ്റിയ ഓർമ്മയില്ലേ? കൺഫ്യൂഷൻ ആട്ടെ എവിടെയാണ് ഗേറ്റ്സ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും ഞങ്ങളുടെ C11 to 17 ആകുമ്പോൾ ഇങ്ങോട്ടാണ്. ഇനിയും ഒരു 5 minute കൊണ്ട് നടക്കാനായിട്ട്. ഒന്നിനും സമയമില്ല. ഭയങ്കര ഒരു ഹറിബറി. നല്ല എയർപോർട്ടും ഇവിടെ. അത് നമ്മളിതുപോലെ ടൈമിംഗ് നോക്കാൻ നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു. പൈസയും പോയി. പിന്നെ ഇതേ സേഫായിട്ട് ഫ്ലൈറ്റ് മിസ് ചെയ്യാതെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വീണ്ടും ആക്ച്വലി കൊച്ചി ടു മലേഷ്യ 4 മണിക്ക് 4 hours 20 minutes സെയിം ടൈം തന്നെയാണ് ഇവിടുന്ന് ഗോങ്ജോവിലേക്ക്. അപ്പോൾ ഇനിയും 4-4.5 മണിക്കൂർ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫ്ലൈറ്റ് കുറച്ചും കൂടെ വലിയ ഫ്ലൈറ്റ് ആയിരിക്കും, കുറച്ചും കൂടെ കംഫർട്ടബിളും ആയിരിക്കും. ഈ ഫ്ലൈറ്റ് അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. ടോട്ടൽ ആംബിയൻസേ ചേഞ്ച് ആണ്. നേരത്തെ ഒന്ന് ബ്ലൂ ആണെങ്കിൽ ഇതിൻ്റെ അകമൊക്കെ റെഡാണ്. സീറ്റ് കണ്ടിട്ട് കുറച്ചും കൂടെ വീതിയുണ്ട്. ലെഗ് സ്പേസ് എസ്പെഷ്യലി കുറച്ചും കൂടെ കൂടുതലുണ്ട്. ആൻഡ് ഭാഗ്യത്തിന് ഇതിൽ TV സ്ക്രീനുണ്ട്. അങ്ങനെ ഹൈ ക്വാളിറ്റി ഒന്നും അല്ല, പക്ഷേ ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം കൂടുതലാണ്. എന്തായാലും ഒരു TV സ്ക്രീനുണ്ട്. പഴയ ഫ്ലൈറ്റാണ്. സോ ഈ റിമോട്ടും എല്ലാം നമ്മുടെ ഈ പഴയ ഫ്ലൈറ്റിൽ കാണുന്ന പോലെ റിക്ലൈനും ഇതിന് അത്യാവശ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ഹെഡ്ഫോൺസ് കുത്തേണ്ടത്. പിന്നെ ബിസിനസ് ക്ലാസ് ഇതിൽ അടിപൊളിയാണ്. ഇനി ഏതൊക്കെ സിനിമയുണ്ടെന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു മലയാള സിനിമ കാണും, തമിഴ് സിനിമ എന്തായാലും കാണും. അതെ, ഡീസൈറയൊക്കെ ഉണ്ട്. തമിഴ് ഒരുപാട് പടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലേഷ്യ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും. എനിക്ക് ലേറ്റസ്റ്റ് പഴയതൊക്കെ തമിഴ് ഫിലിംസ് ഉണ്ട്. അതിൽ ഫുഡും അടിപൊളിയായിരുന്നു. നൂഡിൽസ്, ക്രൊസോൺസ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രൂട്ട്സ്, യോഗേർട്ട്, പീനട്ട്സ് എല്ലാം ഇല്ലേയും കൂടെ തരും. ഈ നൂഡിൽസ് അടിപൊളിയാണ്. ബീഫ് നൂഡിൽസ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഈ ക്രൊസോണ്ട് ഉണ്ടല്ലോ, അവർ നല്ല ചൂടാക്കിയ തന്നെ ഇറ്റ്സ് സോ ഫ്ലേക്കി. ഒരു ഡാനിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷന്റെ പേരുള്ള ഫ്ലൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, കാണിക്കണ്ട. അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു ചൈന, വെൽക്കം ടു ഗ്വാങ്ജോ ചൈന. സത്യമായിട്ട് ഫ്രം മൈ ഹാർട്ട് ഐ എം ടെല്ലിങ് റൈറ്റ് നൗ, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള മൈ ഫേവറേറ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇസ് ചൈന. എനിക്കിനി ഇവിടുത്തെ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറേ സ്ഥലത്ത് പോകാനുണ്ട്. ഐ ജസ്റ്റ് ലവ് ദിസ് കൺട്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഹാസ് സ്പോയിൽഡ് ട്രാവൽ ഫോർ മീ. എനിക്ക് വേറെ ഒരു രാജ്യത്തേക്കും ഇപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളൊരു ഡിസയറും ഇല്ല, ആഗ്രഹവും ഇല്ല, ഒന്നുമില്ല. ഏർലിയർ ഇറ്റ് വാസ് ജപ്പാൻ, ബട്ട് റൈറ്റ് നൗ മൈ ഫേവറേറ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇസ് ചൈന. ഇൻഫാക്ട് ഞങ്ങൾ ന്യൂ ഇയറിനും ഇവിടെ വരാനൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കും എനിക്ക് ഒരു തവണ വന്ന് മറ്റേ ടിബറ്റൻ ബോർഡർ സൈഡൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. സോ എന്തായാലും അടിപൊളി. സോ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്.
ആൻഡ് ഇവിടുത്തെ എയർപോർട്ട് അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പലവണ കാണിച്ചിട്ടുണ്ടെങ്കിലും ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയത് കാണും. ഇത് അത്യാവശ്യം ഇപ്പം റെനോവേഷൻ ചെയ്ത് പുതിയ എയർപോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറൊക്കെ നോക്കും. ഈ ചൈനയിൽ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ക്ലെൻലിനെസ്. ബട്ട് ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബിഗ് കൺട്രി വിച്ച് ഇസ് സോ ക്ലീൻ. ഇത്രയും വലിയ രാജ്യം, ഇത്രയും അധികം ഓൾമോസ്റ്റ് നമ്മുടെ അത്രയും തന്നെ പോപ്പുലേഷൻ ഉണ്ടായിട്ടും ഇറ്റ് ഇസ് സോ ക്ലീൻ. അതാണ് മെയിൻ തിങ്. ഇത് പഴയ ഒരു ടൈലിൻ്റെ ഒക്കെ ലുക്കല്ല, എനിക്കൊന്നും അവർ അറിഞ്ഞുകൊണ്ട് അത് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ നമുക്ക് അറൈവൽ കാർഡും ബയോമെട്രിക് കളക്ഷൻ ഉണ്ട്. രണ്ടും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ അവിടെ പോകുമ്പോൾ നമുക്ക് വലിയ തിരക്കില്ല. ഞങ്ങൾക്ക് അറൈവൽ കാർഡ് ഫില്ലിംഗ് മാത്രം മതി. ബയോമെട്രിക് ഒരു തവണ കൊടുത്ത് എനിക്കൊന്ന് 6 months 1 year എങ്ങാണ്ട് വാലിഡ് ആണ്. ഇമിഗ്രേഷനിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഇറങ്ങുമ്പോൾ സാധാരണ ചോദിക്കുന്നത് എന്തിനാ വന്നതിന് എന്തായാലും ചോദിക്കും. എവിടെയാണ് താമസിക്കുന്നത്, ലൈക്ക് ഗോങ്ജോ തന്നെയാണോ, ചിലപ്പോൾ ഹോട്ടൽ ഡീറ്റെയിൽസ്, പിന്നെ ഒറ്റയ്ക്കാണോ വന്നത്, അങ്ങനെ ബേസിക് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്തെങ്കിലും പുതിയത് കാണുന്നു. പൂനെയും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7-Eleven അതൊരു സന്തോഷമല്ല. അത് കണ്ടു കഴിഞ്ഞാൽ ട്രിപ്പിന് ഐശ്വര്യ. അടിപൊളി. ഒരു കോഫി എല്ലാം കുടിച്ചാലോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ചൈനയിലെ 7-Eleven അത്ര അടിപൊളിയല്ലായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മച്ച് ബെറ്റർ. എന്ന് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ സോസേജ് കാണും. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ടെംപ്റ്റേഷൻ തോന്നും, ചിലവർക്ക് തോന്നും അയ്യേന്ന്. പക്ഷെ അത് രണ്ടിനും വകവെക്കാതെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിക്കുക. അടിപൊളി സംഭവം. അപ്പോൾ ചിയേഴ്സ് ടു ചൈന. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ ഇപ്പോൾ ഞാൻ വന്നില്ലേ, അതും ഞാൻ എൻറിച്ച് എന്ന് പറയുന്ന പോയിന്റ്സ് ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത്. അതാണ് മലേഷ്യ എയർലൈൻസിൻ്റെ പോയിന്റ്സ്. ഈ ഞാൻ താമസിക്കാൻ പോകുന്ന എക്കോർ ഹോട്ടലിൽ അതും കംപ്ലീറ്റ് പോയിന്റ്സ് ആണ്. സോ ഞാൻ പറഞ്ഞാൽ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവായിട്ടുള്ളൂ. പക്ഷേ പോയിന്റ്സ് മൊത്തം ഇത് കഴിയുമ്പോൾ തരും. ഇനിയും പോയിന്റ്സ് ഉണ്ടാക്കാൻ നിൽക്കണം. പക്ഷേ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ വ്ളോഗിന് എൻഡിൽ പറയാം. നന്നായി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ 2-3 ട്രിപ്പ് എടുക്കുന്നവരാണെങ്കിൽ ഇത് ഞാൻ പറയുന്ന ടിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ നിന്നൊക്കെ നമുക്ക് സിം കാർഡൊക്കെ എടുക്കാം. ഇതൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് VPN വേണം. ചൈനയിൽ വർക്ക് ചെയ്യുന്ന VPN വേണം. അതുകൊണ്ടാണ് ഈ സിം എടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ കിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഡേറ്റയൊക്കെ കിട്ടും. വേറെ VPN ഒന്നും വേണ്ട. ഇത് നോക്കിക്കുക, ഇത് ഞാൻ ഓരോ തവണ വരുമ്പോൾ വേറെ ഏതോ എയർപോർട്ടിൽ വരുന്ന പോലെ തോന്നും. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മറ്റേ ഊബറൊക്കെ ഇവിടെ കിട്ടും. ഊബറല്ല, ദീദിയൊക്കെ ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ കാറ്. ഇത് അങ്ങോട്ടുള്ള വലിയൊരു ഏരിയ. അതല്ലാതെ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് വിശക്കുവാണെങ്കിൽ അങ്ങ് അറ്റത്ത് KFCയും മക്ഡൊണാൾഡ്സും അങ്ങനെ പല ഫുഡ് ഐറ്റംസിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഈറ്ററീസും ഉണ്ട്. കണ്ടോ അവിടെ KFC. എവറിത്തിങ് ഇസ് ഇൻസൈഡ് ദ എയർപോർട്ട്. പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ ടെക്നോളജി. നമ്മൾ വെൻഡിങ് മെഷീൻ ഞാൻ മറ്റേത് കാണിച്ചു തന്നില്ലേ, ബൊക്കയുടെ, ഇത് ബബിൾ ടീ ഉണ്ടാക്കുന്ന റോബോട്ടാ. വലിയ റേറ്റും ഇല്ല, 150 രൂപയൊക്കെ ഉള്ളൂ. ആ, ബബിൾ ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഡ്രിങ്ക്സും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു കോഫി കുടിച്ചോളൂ. എന്താ ചൈന അല്ലേ? ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ഇത് ആക്ച്വലി സമ്മർ സീസൺ ആണ്, പക്ഷെ ഭാഗ്യത്തിന് വലിയ ചൂട് വന്നിട്ടില്ല. വേറൊരു കാര്യം എല്ലാവർക്കും ചൈനയിലേക്ക് ഒരു ഷോക്കിംഗ് ആയിട്ട് തോന്നാൻ പോകുന്നത് ഇവിടുത്തെ പച്ചപ്പാണ്. നമ്മൾ ചൈനയിൽ ഇത്രയും പച്ചപ്പ് ഒട്ടും പ്രതീക്ഷിക്കില്ല. ബട്ട് ഇറ്റ് ലോഡ് ഓഫ് ഗ്രീനറി. ഇതുപോലത്തെ ഒരു വലിയ സിറ്റി ആയിട്ടും. ആരോ ബെന്റ്ലിയുടെ പുതിയ കാർ എടുക്കുന്നത്, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടല്ല, ഓപ്പണിംഗ് ആണ്. വേറെ കാർ വന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ പോയിന്റ്സ് കാരണം വീണ്ടും നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഹോട്ടലിൽ ഗോങ്ഷോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇല്ല, മുന്നേ എടുത്തു വെച്ച കാലം മുന്നോട്ട് അല്ലേ. സോ വി ആർ ബാക്ക് ടു അവർ ഫേവറേറ്റ് ഹോട്ടൽ സോഫിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ക്വൈറ്റ് എക്സ്പെൻസീവ്, പക്ഷേ ഞാൻ പറഞ്ഞ എക്കോർ പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ താമസിക്കാൻ പറ്റുന്നത്. ഇതാണ് അവരുടെ ബേസിക് റൂമാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് മറ്റേ ഇതുണ്ട്, ഇത്തവണ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഹൈ ടീ നടക്കുക, കോഫി ആൻഡ് പേസ്ട്രി, എന്നിട്ട് റൂമിൽ പോവാം. വാ, എല്ലാം കൂടെ എനിക്ക് എത്രയായെന്ന് അറിയോ? 5 ദിവസം നമ്മളിവിടെ ഇല്ലേ, പോയിന്റ്സ് കംപ്ലീറ്റ് തീർന്നു. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. 4 ദിവസം, 5-ാം ദിവസം നമ്മൾ ചെറിയ ഹോട്ടലിലേക്ക് മാറേണ്ടി വരും. എത്ര രൂപ സ്പെൻഡ്? പോയിന്റ്സ് എക്സ്പെൻസ്, പോയിന്റ്സ് തീരും എൻ്റെ. പക്ഷെ ഇത്തവണ നമ്മൾ എവിടെയൊക്കെ പോയി, ബാലിയിലൊക്കെ പോയി താമസിച്ചല്ലേ. എനിക്ക് ഈ 4 ദിവസത്തേക്ക് വന്നിരിക്കുന്നത് അറൗണ്ട് 6000 രൂപ. ബാക്കി പോയിന്റ്സും. പോവാം. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന ഹൈ ടീയും അത് കഴിഞ്ഞിട്ട് ഈവനിങ് കോക്ടെയിലും ഉണ്ട്. അത് രണ്ടും കൂടെ തന്നെ ചിലപ്പോൾ 6000 രൂപയുടെ വേർത്ത് കാണും. ക്ലബ്, എനിക്ക് ക്ലബ് മൈൽസ് എന്നാണ് ഞാൻ പറയുന്നത്, പക്ഷെ അതല്ല, ഇതൊരു ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ആണ്.
ഇത് നമുക്ക് പ്ലാറ്റിനം മെമ്പേഴ്സിന് മാത്രമേ, ഡയമണ്ട് മെമ്പേഴ്സിന് മാത്രമേ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ആക്സസ് ഉള്ള റൂം ബുക്ക് ചെയ്യണം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ എല്ലാം ഫ്രീ ആണ്. ആഫ്റ്റർനൂൺ ടീ ഫ്രീ ആണ്. ഈവനിങ് കോക്ടെയിൽസ്, ആൽക്കഹോൾ ഫ്രീ ആണ്. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എന്നെ കിട്ടിയോണ്ട് ഇവിടെ ഒക്കെ വരാൻ പറ്റി. ഞാൻ പ്ലാറ്റിനം ആണല്ലോ. ഞാൻ ഡയമണ്ടാ. കിടന്ന് ചുമ്മാ കണകുണ വർത്തമാനം പറയരുത്. കുറച്ച് ക്ലാസ്സിലൊക്കെ ഇരിക്കുക. ദില്ലു ഇതെന്താ, ദില്ലു അതെന്താ, എന്നാ പോ. ഇവിടെ ഇപ്പൊ സ്നാക്സേ കാണുള്ളൂ. അതാണല്ലോ ഇഷ്ടം. ക്ലബ് മൈൽസ് എന്ന് പറഞ്ഞ് കാണും. ഇത് 29 ഫ്ലോറിലാണ്. സോ അത്യാവശ്യം നല്ല വ്യൂവും കാണും. ഇറ്റ്സ് വെരി ക്ലാസി സ്പേസ്. ഓ എന്താ അല്ലേ, അടിപൊളി. ഓ ഇത് കൊള്ളാമല്ലോ. ഇത് വൈറ്റ് ഫംഗസ് സൂപ്പ്. ഇത് ഭയങ്കര ഹെൽത്തി സംഭവമാണ്. കാൻറ്റ്ലോപ്പ്, ആപ്പിൾസ്, വാട്ടർമെലൻസ്, ഡ്രാഗൺ ഫ്രൂട്ട്, സം മാച്ച കേക്ക്, മാംഗോ കേക്ക്, റെഡ് വെൽവെറ്റ്, ഫ്രൂട്ട് ടാർട്ട്, വാൾനട്ട് ടാർട്ട്. ദാറ്റ് ലുക്സ് സോ യം. കുറച്ച് ഫ്രഷ് ജ്യൂസസ്, ബീട്രൂട്ട് ഉണ്ട്, കുക്കുംബർ ഉണ്ട്. ദെൻ ഇതൊക്കെ കുറച്ച് സേവറീസ്, ട്യൂണ സാൻഡ്വിച്ച്, ക്രോസോൺസ്, ആൻഡ് ദെൻ യു ഹാവ് സം സ്പ്രിംഗ് റോൾസ് ആൻഡ് ഇത് കുറച്ച് പ്രോൺ ക്രാക്കേഴ്സ്. ഇത് ഒരു ആഫ്റ്റർനൂൺ ടീ ആണ്. സോ ടീയുടെ കൂടെ നമ്മൾ സാധാരണ ഇത്രയല്ലേ കഴിക്കുള്ളൂ. ഈവനിങ്ങിൽ കുറച്ചും കൂടെ ഐറ്റംസ് കാണും. ഇതെല്ലാം കോംപ്ലിമെൻ്ററിയാണ്. ഞാൻ പറഞ്ഞതാ കുറച്ച് ഫുഡ് എടുക്കാനായിട്ട്. ഇനി രാത്രി പിന്നെയും വരാനുള്ള 2 മണിക്കൂർ കഴിഞ്ഞ്. അതുകൊണ്ട് ലിമിറ്റ് വെച്ച് കഴിക്കുക. രാത്രി നല്ല ടേസ്റ്റി ഫുഡ് ആയിരിക്കും. ബട്ട് ദ വ്യൂ പറ്റില്ലല്ലോ. നോക്ക് ഡിസേർട്ട്സ് തന്നെ നോക്ക്. കംപ്ലീറ്റ് ടാർട്ടിൻ്റെ കളികളാണ്. മാംഗോ കേക്കും അതുപോലെ ഇത് കഴിച്ചായിരുന്നു പ്രോൺസ്. എന്തൊരു ക്രിസ്പി അല്ലേ. ആൻഡ് ദ വ്യൂ, അമേസിങ് വ്യൂ. ചൈന ഒരു സംഭവം തന്നെ. ഇത് സേവറീസ് എല്ലാം കഴിഞ്ഞ് ഇത് വാൾനട്ട് ടാർട്ടാണ്. നാട്ടിലൊക്കെ കൂടുതൽ കാരമലും കുറച്ച് വാൾനട്ടും. ഇത് ഓപ്പോസിറ്റാണ്. ഫുൾ കാരമലും ബാക്കി കുറച്ച് ഫുൾ വാൾനട്ടും കുറച്ച് കാരമലും. അടിപൊളി. നോക്ക് ഈ റൂം ബേസിക് റൂമാണ്. ഇവര് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് തന്നിരിക്കുന്നത്. ഇതൊരു എക്സ്ക്ലൂസീവ് ഫ്ലോറാണ്. സോ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ തന്നെ ഒരു റൂം തന്നു. അത് ലോഞ്ചിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്സ് കയറി വരുന്നത് ഇങ്ങോട്ടാ, ഈ ഫ്ലോറിലേക്കാണ്. ലിഫ്റ്റ് കയറി വന്നു. സോ നമ്മുടെ റൂമും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അയക്കോ വിശക്കുവാണെങ്കിൽ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റെപ്സ് ഇറങ്ങി പോയാൽ പോരെ. അടിപൊളി അല്ലേ. 3011. വെൽക്കം ടു സോഫിറ്റൽ ഗാഞ്ചോ. എല്ലാം താങ്ക്സ് ടു HSBC and Accor അല്ലേ. എന്തേ ഇട്ട് ലൈറ്റ് ഇട്. ഓ അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നോക്കിയാ പറയുന്നത്. എന്തൊരു റൂംസ് അല്ലേ. ഓ ഇത് കഴിഞ്ഞ അവിടുത്തെ അടി ഡബിളാണ് റൂം. ഓ ഇത് മറ്റേ പ്ലാറ്റിനം മെമ്പേഴ്സിന്റെ വെൽക്കം. എന്താ അത്? ബുക്കും പെയിന്റിങ് പോലെയൊക്കെ എന്തോ എന്ന് തോന്നുന്നു. സോ ഞാൻ ഒന്ന് ലൈറ്റ് ഇട്ടിട്ട് റൂം കാണിക്കാം. റൂം ഒന്ന് കണ്ട് ഇതിന്റെ ഒരു എന്താ ഷോക്ക് സ്കെയില് മനസ്സിലായത്. ചൈന പോലെ തന്നെയാണ് നമ്മുടെ റൂം. നമ്മൾ ഇതിൽ ആക്ച്വലി ഡ്വാഫ്സിനെ പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സീലിംഗ് ഹൈറ്റ് ഭയങ്കര വലുത്. പിന്നെ ഈ റൂം 4-5 വലുതാണ്. റൂം 2 ബിഗ്. കാരണം അങ്ങനെ സൂട്ട് റൂം അല്ല ഇത്. എന്നിട്ടും ഒരു ഇത്രയും വലുത്. ഓക്കെ അതെ. ഇത് സ്കെയിൽ, ഇത് സ്കെയിലാണ് എല്ലായിടത്തും പറയാനുള്ളത്. സ്കെയില് മനസ്സിലാവും. അതെ. സോ ഇവിടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബാത്റൂം കാണിച്ചു പോവാം. നോക്കിക്കാ ബാത്റൂമിന്റെ ഒക്കെ ക്ലാസ്. ഓ നോർമൽ അല്ല, ലക്ഷറി ക്ലബ് റൂം അങ്ങനെ എന്തോ പറഞ്ഞ അപ്ഗ്രേഡാ കിട്ടിയ. വലിയ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ. പ്രിയ മുങ്ങിപ്പോവും. അതിന്റെ കൂടെ ബാത്ത് ബോംബും വെച്ചിട്ടുണ്ട്. നോക്ക് അവര് ബാത്ത് ബോംബ് ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ടവൽസും ബാത്റൂംസ് ഒക്കെ ഉണ്ട്. അത് തുടരുത്.
പോയി അതെ. കഴിയുമ്പോ പിന്നെ ദേ ഇതുപോലെ ബാക്കിയുള്ള അമ്യൂണിറ്റീസും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റിമോട്ട് വെച്ചിട്ടുണ്ട്, അതെന്തിനാന്ന് എനിക്കറിയില്ല. അത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യാനായിരിക്കും. ആ ടിവിയുടെ തന്നെയാണ്. പിന്നെ ഇവിടെ ഷവർ ലെവന്റെ ആണ് പ്രൊഡക്ട്സ് ഒക്കെ വന്നിരിക്കുന്നത്. പിന്നെ വലിയൊരു ഷവറും, നോക്കിയാ ഷവർ റൂമിന്റെ ഒക്കെ ഹൈറ്റ് അവിടെ നിന്നായിരിക്കും വെള്ളം വീഴുന്നത്, വാട്ടർഫോളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കും. ആൻഡ് ദെൻ യുവർ ക്ലോസറ്റ്, അതും നല്ല സ്പേസ്. ടൂ അല്ല, ഇത് വാഷ് ചെയ്യുന്നതാ, ഇത് ക്ലോസറ്റ്. ആൻഡ് ദെൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പിടാനാണോന്ന്. ഓക്കെ, പിന്നെ യു ഹാവ് ദിസ് അമേസിംഗ് ബിഗ് ബെഡ് ഓവർ ഹിയർ. ഇവരുടെ വെള്ളത്തിന്റെ ബോട്ടിൽ കണ്ട ഡിഫറെന്റാ, വലിയ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ആ പിന്നെ ബോസിന്റെ സ്പീക്കേഴ്സ് ആണ്, സോ പാട്ടൊക്കെ കേൾക്കാൻ നല്ല സെറ്റപ്പ് ആയിട്ട് നമുക്ക് മ്യൂസിക് ഒക്കെ കേൾക്കാം. പിന്നെ ദ വ്യൂ, അതെ ഇവിടെ ഇത്രയും ഉണ്ട് കേട്ടോ. ബാക്കി കോഫി മെഷീൻസും മിനി ബാറും എവറിത്തിങ് ഇസ് ദർ. സോഫ സെറ്റ്, കോട്ട് ഹാങ്ങേഴ്സ്, വർക്ക് ഡെസ്ക്, എവറി കൺവീനിയൻറ്റ് ഫീച്ചേഴ്സ് are there. And then you have this amazing view. ഏതോ വ്യൂ ആണ് ഹൈലൈറ്റ് ആൻഡ് ദ സ്പേസ്. അതേ പറഞ്ഞ വി ആർ സോ ലക്കി. ഇത് ഞാൻ ഈ നമ്മുടെ ഈവനിങ് കോക്ടെയിലും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണി. ഇവിടുത്തെ പൂളൊക്കെ അടിപൊളിയാണ്, ഭയങ്കര വലിയ പൂളാണ്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫൈനലി ഞാൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ സീക്രറ്റ്സും പറയാം. അല്ലേ, ജസ്റ്റ് റൂമൊന്നും കറങ്ങി കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. ഇവിടെ ഇത് കണ്ട 8 ടൈപ്പ് പില്ലോസ് സെലക്ട് ചെയ്യാൻ പറയാ. 8 ടൈപ്പ് പില്ലോസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാമായിരുന്നോ? 8 ടൈപ്പ് പില്ലോസ് എനിക്ക് 3-4 അറിയാം. അതല്ല, മെമ്മറി ഫോം, കോട്ടൺ ഫെദർ, അങ്ങനെയൊക്കെ എനിക്കറിയാം. ഇവിടെ വീറ്റ് സീരിയൽ പില്ലോ വരെ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഹെൽത്ത് കെയർ പില്ലോ. വേറൊരു കാര്യം കാണിച്ചു തരട്ടെ, ഇങ്ങോട്ട് വന്ന്. അത് വെറുതെ ഇവിടെ കിടന്ന അപ്പം ഉറങ്ങും. നാട്ടിലേ ഉള്ളു ഈ പ്രശ്നമൊക്കെ. ഇവിടെ ഇതെന്തായിരിക്കും? ആ ഒന്ന് തുറന്ന്, വാർഡ്രോബ്, ഡ്രസ്സ് തൂക്കിയിടാനുള്ള വാർഡ്രോബാണ്. വാക്ക് ഇൻ ക്ലോസറ്റ് പോലെയാ. ആ അതാ ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. അതെ, എന്താ അല്ലേ. ആ ഇനിയിപ്പോ അടുത്ത ഫുഡ് കഴിക്കാറായി. ഇതേ യോഗ മാറ്റുണ്ട്. രാത്രി ആവാറായി. നമ്മൾ വീണ്ടും ഇവരുടെ എന്താ ഇപ്പൊ പോകുന്ന ഈവനിങ് കോക്ടെയിൽ അവേഴ്സ് ഉണ്ട്. അതും 2 hours ആണ്. ഹൈറ്റ് 2 hours, ഈവനിങ് കോക്ടെയിൽ 2 hours. ഇപ്പോഴത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട്, ഫുഡും മാറാൻ സാധ്യതയുണ്ട്. കഴിക്കാൻ വയറ്റിൽ സ്ഥലമില്ലാന്നേ ഉള്ളൂ. ബ്രേക്കാണ് വിശക്കുന്നത്. ഞാൻ പിന്നെ വിശക്കുന്നോണ്ടൊന്നും പറയുന്നില്ല, വിശക്കുന്നവരെ വഴക്ക് പറയാൻ പാടില്ല എന്നാ. എന്തൊരു സെറ്റിംഗ് അല്ലേ. ശരിക്കും നമ്മുടെ വീട്ടിന്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഫുഡ് കഴിക്കാൻ പോയില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ്. ഇവിടെ മേളിൽ നമ്മുടെ റൂം, ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടില്ലേ. ഇങ്ങനെ വന്ന് ഇറങ്ങി നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡും ഡ്രിങ്ക്സും ഉള്ള റൂം. ിലേക്ക് കണ്ട സൂപ്പ് ഉണ്ട്, കോൺ സൂപ്പ്, ഒരു റോസ്റ്റഡ് ടൊമാറ്റോ, ജർമ്മൻ സോസേജസ്, സാറ്റീസ്, പാസ്ത, ജ്യൂസസ്, ഇവിടെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസ്, ഫ്രൂട്ട്സ്, സാലഡ്സ്, അതുപോലെ തന്നെ കൂൾ കട്ട്സ്. ആൻഡ് ബാക്കിൽ അവിടെ കുറച്ച് ക്രോസോൺസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൾ ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഇതിലൂടെ സെർവ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സം ചീസ് ആൻഡ് ദെൻ ആൽക്കോഹോൾ, അതേ കാണിച്ചത്. കുറച്ച് ക്രോസോൺസ്, ഇതെല്ലാം പറഞ്ഞ പോലെ കോംപ്ലിമെൻ്ററി ആണ്, ഒന്നിനും എക്സ്ട്രാ പൈസ കൊടുക്കണ്ട. ക്രോസോൺസും ടാർട്സും സാൻഡ്വിച്ചസ്. ഇതെന്താ ഇത്? ഫ്രം ചൈന ടു ദ വേൾഡ്, എന്താണെന്ന് അറിയില്ല ഇത്. യു ഹാവ് ഓൾ ദീസ് ആൽക്കഹോൾ. എല്ലാം എത്ര വേണമെങ്കിലും, എയർപോർട്ട് പോലെയല്ല, ലോഞ്ച് പോലെയല്ല, എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് തന്നെ എടുത്തു കുടിക്കാം, ഇൻക്ലൂഡിങ് ദിസ് വൈറ്റ് വൈൻ. എല്ലാം അടിപൊളി. പക്ഷേ ഈ പാസ്ത ഞാൻ കഴിക്കാം. ഇത്രയൊക്കെ ഇതിൽ എന്തിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നതെന്നൊന്ന് ചോദിക്കണം എനിക്ക്. എന്തിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നത് നമുക്ക്? എന്താ? പംകിൻ സോസ. നൈസ് നോ? പംകിൻ സൂപ്പിൽ ഇട്ട പാസ്ത പോലെ ഇരിക്കുന്നു.
ഞാൻ മറ്റേതാണോന്ന് ചോദിച്ചു. ഡ്യൂറിയനോ? അല്ല, അടിപൊളിയായിട്ടില്ലേ? ഇവിടുന്ന് നമുക്ക് കാന്റൺ ടവർ ഒക്കെ കാണാം, അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ ബിൽഡിങ്സ് ഒക്കെ കാണാവേ. സോ എല്ലാം നമുക്ക് ഇവിടുന്ന് അടുത്ത. ഞാൻ പ്രിയെന്ന് അവിടെ IFC എഴുതിയിട്ടില്ലേ, അതിന്റെ അടിയിലുള്ളത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂല് എന്താ എഴുതിയിരിക്കുന്നേന്ന്? ലേസർ ഏതെന്ന് വെച്ചാൽ മറ്റേ സൂപ്പർ പവർ ഒന്നും കിട്ടില്ല. പിന്നെ കണ്ണാടി വാങ്ങിക്കോ, ചൈന ചീപ്പായി കിട്ടും. ഒന്നുമല്ല, ഇംഗ്ലീഷാ. IFCയുടെ ഫ്രണ്ടിലല്ലേ പ്രിയ അത്? ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ മാത്രം കൂടി ഇപ്പോൾ എക്സസൈസ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സ്വിം ചെയ്യും. ഇവിടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ തന്നെ ഷവർ വീഴുവേ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കേട്ടാ, ഓട്ടോമാറ്റിക് ഷവറാണ് ഇവിടുത്തെ. കിഡിലൻ പൂള് വരുന്നത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ഇൻഡോർ ആണെങ്കിലും വലിയ തണുപ്പൊന്നും വരില്ല. അത്യാവശ്യം ഒരു 25 മീറ്റേഴ്സ് ഉള്ള പൂളുമാണ്. ഒരു ജക്കൂസി ഉണ്ട്. സോ ഒരു ഹാഫ് ആൻ അവർ സ്വിം. ഓക്കെ, സോ ഗൈസ്, ഇന്ന് നിങ്ങൾ കണ്ട എല്ലാ കാര്യവും, നമ്മുടെ ഫ്ലൈറ്റ്, പിന്നെ ഈ അടിപൊളി ഹോട്ടൽ, എല്ലാം ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്, ടു ബി ഓണസ്റ്റ്, നമുക്ക് പേ ചെയ്ത് ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു HDFCയുടെ പ്രീമിയർ കാർഡ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നില്ല, കാരണം ബോറടിക്കും അറിയാത്തവർക്ക്. പക്ഷേ റഫായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ 3000 പോയിൻറ്റ്സ് കിട്ടും. ആ 3000 പോയിൻറ്റ്സ് ഞാൻ സാധാരണ എക്കോർ എന്ന് പറഞ്ഞ ഹോട്ടൽസിലാണ് താമസിക്കുന്നത്. എക്കോർ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ. സോ അതിൽ ഒരു പോയിൻ്റ്, ഈ HSBCക്ക് കിട്ടുന്ന ഒരു പോയിൻ്റ് 2.2 രൂപയാണ്. സോ 3000 രൂപ, 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3000 രൂപ നമുക്ക് 3000 പോയിൻറ്റ്സ് കിട്ടും. അത് ഏകദേശം ഒരു 6500 റുപ്പീസ് എന്ന് വെച്ചോ വർത്ത് ഓഫ് സ്റ്റേ കിട്ടും. അപ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നില്ല. പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ ജോലിയും എല്ലാം ട്രാവൽ റിലേറ്റഡ് ആയതുകൊണ്ട്, ഇപ്പോൾ ട്രാവൽ വിത്ത് OCHF ആണെങ്കിലും നമ്മുടെ ഷോപ്പിൻ്റെ ബിസിനസ് ആണെങ്കിലും അതുപോലെ തന്നെ വ്ളോഗിംഗ് ആണെങ്കിലും ട്രാവൽ ആയതുകൊണ്ട് ഈ HSBCക്ക് തന്നെ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കൂടെ ബുക്ക് ചെയ്താൽ 50,000 രൂപയുടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്താൽ എനിക്ക് 18,000 പോയിൻറ്റ്സ് കിട്ടും. അത് ലിമിറ്റാണ്, ഒരു മാസം അത്രേ പറ്റുള്ളൂ. 18,000 പോയിൻറ്റ്സ് കിട്ടും. 1 ലക്ഷം രൂപയ്ക്ക് ബുക്ക് ചെയ്താൽ 36,000 പോയിൻറ്റ്സ് കിട്ടില്ല ഒരു മാസത്തിൽ. 50,000 രൂപയ്ക്ക് ബുക്ക് ചെയ്താൽ ഈ ഒരു 18,000 പോയിൻറ്റ്സ് കിട്ടും ഈ ഹോട്ടൽ ആയതുകൊണ്ട്. അതുപോലെ ഫ്ലൈറ്റ്സ് ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താൽ 18,000 പോയിൻറ്റ്സ് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് കിട്ടുള്ളൂ. എന്തായാലും ഒരു മാസം എനിക്ക് 18,000 പോയിൻറ്റ്സ് ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹോട്ടൽസിൽ ഏൺ ചെയ്യാം. അതല്ലാതെ ബാക്കിയുള്ള കൊടുക്കുന്നതിനല്ലാത്തിനും എനിക്ക് 1 ലക്ഷം രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 3000 പോയിൻറ്റ്സ് കിട്ടും. 50,000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 1500 പോയിൻറ്റ്സ് കിട്ടും. അത് വേറെ. സോ ഈ 18,000 പോയിൻറ്റ്സ്, ഈ 50,000, ഒരു കണക്ക് ജസ്റ്റ് ഞാൻ പറയാം, 50,000 രൂപയ്ക്ക് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ 3 പേര് പോവുക അല്ലെങ്കിൽ 4 ഗ്രൂപ്പ് പോവുകയാണെങ്കിൽ ഈ 50,000 രൂപയ്ക്ക് എനിക്ക് ഹോട്ടൽ ബുക്ക് ചെയ്താൽ 18,000 പോയിൻറ്റ്സ് കിട്ടും. 18,000 പോയിൻറ്റ്സ് പറഞ്ഞാൽ ഏകദേശം 40,000 രൂപയാണ്. സോ ഈ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു 40,000 രൂപയുടെ ഹോട്ടലും കൂടെ കിട്ടും. അങ്ങനെയാണ് എനിക്ക് എക്കോർ ഹോട്ടൽസിൽ താമസിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റ്സിൽ പോയിൻറ്റ്സ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരുപാട് പോയിൻറ്റ്സ് എക്സസ് ഉള്ള ടൈമിൽ അല്ലെങ്കിൽ ഒരുപാട് ബുക്കിങ്സ് വരുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് എക്കോർ ഹോട്ടൽസ് താമസിക്കുന്നത്. കാരണം ഒരു പോയിൻറ്റ് 2.2 ആണ്. ആ സമയത്ത് ഈ എയർലൈൻസിൽ എനിക്ക് സാധാരണ ഒരുപാട് പോയിൻറ്റ്സ് വേണ്ടി വരും. സോ ബുക്ക് ചെയ്യാറില്ല. പക്ഷേ ഇത്തവണ നമ്മൾ ക്യാഷൊക്കെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ പോയിൻറ്റ്സ് ഉപയോഗിച്ചാണ് ഈ എയർലൈൻ ബുക്ക് ചെയ്തത്. മലേഷ്യൻ എയർലൈൻസിൻ്റെ പോയിൻറ്റ്സിൻ്റെ പേരാണ് എൻറിച്ച്. സോ അങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കണ്ട എല്ലാം. ടാക്സസ് മാത്രം എക്സ്ട്രാ കൊടുത്ത് ബാക്കി എല്ലാം ഞാൻ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ചെയ്യുന്നത്. സോ ആ ഒരു HSBC കാർഡ്, HSBCയുടെ എൻ്റെ ഒരു ട്രാവൽ വൺ എന്ന് പറഞ്ഞ കാർഡും ഉണ്ട്, പ്രീമിയർ എന്ന് പറഞ്ഞ കാർഡുണ്ട്. പക്ഷേ പ്രീമിയർ കാർഡിനാണ് ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ളത്. ഈവൻ ട്രാവൽ വൺ ആണെങ്കിലും ഏകദേശം ഇത്രയൊക്കെ തന്നെ ബെനിഫിറ്റ്സ് കിട്ടും. സോ ഈ ഒരു HSBC ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. സോ ഇറ്റ് വാസ് നോട്ട് എ ക്ലിക്ക് ബേറ്റ് ഓർ എനിത്തിങ്. ലിറ്ററലി ഓൺലി ബൈ പേയിങ് ടാക്സസ് ഞാൻ ഇത് യാത്ര ചെയ്തത്. സോ എനിവേ ഇപ്പോൾ ചൈനയിലാണ്. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരും, അവരോടുള്ള വ്ളോഗ്സ് ഒക്കെ കാണാൻ പറ്റും. വെരി എക്സൈറ്റഡ് ടു മീറ്റ് ദം ആൻഡ് സീ ദം ഓൾസോ. സോ എന്തായാലും വേറൊരു നല്ല വീഡിയോ കാണാം. ഐ ലവ് ചൈന. എനിക്ക് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല.
എന്തായാലും പറ്റുമെങ്കിൽ ഇത്തവണ നമ്മൾ കുറച്ച് പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഫ്യൂച്ചറിൽ ട്രാവൽ വിത്ത് OHF ചൈനയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം കൂടെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇതൊരു അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ചൈനയിലേക്ക് ഒരു പ്രോപ്പർ സൈറ്റ് സീയിങ് ലക്ഷറി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഷാങ്ഹായ്, ബീജിംഗ്, ഗോങ്ഷോ ആയിട്ട്. അതൊരു അടിപൊളി ട്രിപ്പായിരിക്കും ഏകദേശം ഓണം ടൈമിൽ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ അടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്ളോഗും അനൗൺസ്മെൻ്റ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതും ഇതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ ആയിരിക്കും. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.